ഹലോ ഹലോ കേക്കാവടാ? ഹലോ കേക്കാവടാ? ഹലോ കേക്കാവോ? എന്താടാ? എവിടെ എവിടെ എല്ലാരും എവിടെ? ഞാൻ ഗ്യാങ് ഹൗസില്. ആ, വാ, വാ, വാ. കുട്ടിക്കെട്ടില് പെട്ടുപിടി എന്നാ ഹലോ എവലാണോ? എന്റെ മാസ്ക് കണ്ടോ അണ്ണാ? ക്യൂട്ടല്ലേ? അടിപൊളിടാ, നന്നായിട്ടുണ്ട്. അണ്ണാ ചിരി എങ്ങനെയാണ്? ചിരി ബ്യൂട്ടി ഇല്ലേ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന എപ്പോഴും ഒരു പ്ലസന്റ് മുഖമായിരിക്കും. എല്ലാരും എപ്പോഴും തെറിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അതാണ് എനിക്ക് വേണ്ടത്. നമുക്ക് പിന്നെ അതങ്ങ് മാറി. എല്ലാം കൊണ്ടും നല്ലൊരു അസറ്റാണ് നിനക്കിത്. എന്റെ ക്യൂട്ട് ചിരി എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ. ഓ പിന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ഇരിക്കുക. ചത്ത് കിടന്നാലും ചിരിച്ച മുഖമായിരിക്കും. അതാണ്ടാ ചമഞ്ഞ കിടക്കാന്നുള്ള ഇത് പ്രാർത്ഥന കിടക്കാൻ വേണ്ടിയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? എല്ലാരും വരുവാണ്. എടാ ഇത് ബാലന്റെ കേസ് ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നു? ഒരു കേസ് ഞാൻ ബാലന്റെ ഇതൊന്നും ഇട്ടോട്ടെ, രണ്ടും കൂടെ ഒരുമിച്ച് എനിക്ക് ഇത് ചെയ്യാൻ. ഞാൻ ബാലന്റെ ഞാൻ ഇതൊന്ന് ഇട്ടോട്ടെ, ഒരു സെക്കൻഡ് തരുമോ? എന്താ ഓക്കെ. അയ്യോ ഒരു സെക്കൻഡ് കേസ്, ഞാൻ ഡിസ്കോഡിൽ ഒന്ന് പോയി ഇട്ടോട്ടെ. ഇനി ഇവന്മാരുടെ രണ്ടുപേരുടെ ഐഡി എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്ലാൻഡ് സിറ്റി ഗ്യാങ് മെമ്പർ അപ്ഡേറ്റ് വി അറ്റ് ഗ്യാങ് ടിവി വി gang TV requesting to remove at TV Fire Flang TV Girikadan Jos from gang at text many requesting to at TV
ബാലന്റെ ഇൻസ്റ്റാഗ്രാം അല്ല ഇതിന്റെ എന്താ മല്ലു വിന്നർ ഒന്നും അടിച്ചിട്ട് വരുന്നില്ലല്ലോ. ഹീരനെ കിക്കാക്കിയൊന്നുമല്ല ബ്രോ, ഓരോ ആഴ്ച ശേഷം മാറ്റിയിടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബാലന്റെ ഇൻസ്റ്റാ ഐ ഡി എന്നല്ല, ഡിസ്കോഡ് ഐ ഡി എന്താ? ടി വി ബാലൻ എന്നാണോ? ബാലൻ കെ നായർ. ഇവിടെ ബാലൻ കെ നായർ എന്ന് വെച്ചിട്ട് വരുന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത് റേഡിയോയിൽ പറയാം. ഹലോ ബാല വീസിലൊന്ന് വന്നേ. ഗൈസ് ഒന്ന് ചോദിച്ചോട്ടെ അവന്റെ. എടാ നിന്റെ മറ്റേ ഡിസ്കോഡിന്റെ ഒരു നമ്പർ ഉണ്ടല്ലോടാ, അതൊന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഡിസ്കോഡ് നമ്പർ മറ്റേ മെൻഷൻ അടിക്കുന്ന ഒരു നമ്പർ അല്ലേ, സ്ലാഷ് ഇതിട്ടിട്ട്. സ്ട്രീമർ മോഡ് എന്തങ്ങനെ ഓഫ് ചെയ്യുന്ന? സ്ട്രീമർ മോഡ് ഏറ്റവും മുകളിലുണ്ടാവുമല്ലോ. ഞാൻ ഓൺലൈൻ എടുക്കുമ്പോ എന്നെ കാണിക്കത്തില്ല അവിടെ. ഇല്ല നിന്നെ കാണിക്കുന്നില്ല. ടി വി ബാലെന്ന് അടിച്ചിട്ട് മല്ലുവിനെ അടിച്ചിട്ടും വരുന്നില്ല. ഒന്നും അടിച്ചിട്ട് വരുന്നില്ല. മല്ലു ചെയ്യുമ്പോ MS13 കല്ല് മാത്രം വരുന്നു. എടാ അത് ആരോടെങ്കിലും ചോദിച്ചാ പറഞ്ഞു തരൂടാ. ഇവന്മാരുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചടാ, ആ നമ്പർ പറഞ്ഞു തരും. എന്റെ പ്രൊഫൈലിലെ നമ്പർ നോക്കിയടാ എന്തോന്ന്. ഈ അറിഞ്ഞൂടാ കേട്ടാ, ഈ മണ്ടൻ അറിയുന്ന എനിക്കറിയാം. ഞാൻ പറഞ്ഞ നമ്മുടെ കൂട്ടത്തില് പിള്ളേരെ അറിയത്തില്ല. ആ ചെക്ക് DM മന്ദാര ഇട്ടിട്ടുണ്ട് നിന്റെ നമ്പർ. കിട്ടി. ചേട്ടാ ഒരു സബ് നമ്മൾ മിസ്സാക്കിയായിരുന്നേ. ആരുടെയാ? മെഹറൂഫ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ഞാൻ കണ്ടില്ല മെഹറൂഫ് ബ്രോ. ബാലൻ കെ നായർ. വി ഗാങ് TV റിക്വസ്റ്റിംഗ് ടു ആഡ് ബാലൻ കെ നായർ ടു ആഡ് ചെയ്തിട്ടുണ്ടടാ നിന്നെ. അപ്പൊ ഇനി കയറല്ലോ, ചോട്ടി വന്നല്ലോ. അല്ല അക്സെപ്റ്റ് ആക്കിയിട്ടില്ല. അല്ലേ അവർ അക്സെപ്റ്റ് ആക്കിയിട്ടില്ല. നാളെ മുതൽ കയറാം. സെറ്റ്. താങ്ക് യു ശരി. ഹലോ അതെ ആരാ? ഈ വീട്ടിൽ ഷാജില സാർ കുറച്ച് ഫുഡ് അവിടെ എത്തിക്കണം. 500 ഫുഡോ 500 വാട്ടർ എത്തിക്കണം. എന്താ വരട്ടെ? എന്തോ കേട്ടില്ല. 500 ഫുഡോ 500 വാട്ടറും ഇവിടെ എത്തിക്കണം. ഓക്കെ വന്നോ. ഞാൻ അവിടെ ഉണ്ട്. വേണൊരു എക്സ്ചേഞ്ച് എന്താടാ? ചന്ദ്രൻ കൊടുക്കാവുന്ന ഇപ്പൊ ചന്ദ്ര സ്റ്റോക്ക് ഇല്ലാത്ത പക്ഷം ചന്ദ്രൻ അതൊരു 37,000 രൂപയാവേ. കുറച്ച് ഡിമാൻഡ് വെച്ചാൽ ഞാൻ വാങ്ങിച്ചാണ്. ഡിമാൻഡ് ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. ചന്ദ്ര എടാ നമ്മുടെ മറ്റേ റൈഡിലുള്ള എല്ലായിടത്തും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞേടാ. 81 ഞാൻ മാത്രം അന്നെന്താ പറയാ. 83. ഇല്ല ഒന്നുമില്ല. എടാ കാറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഗ്യാങ് ഹൗസിന്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ അങ്ങോട്ടൊന്ന് ചെല്ലണം എന്നൊക്കെ. ഇപ്പൊ തന്നെയല്ല, അവര് വിളിക്കുമ്പോ പോയാ മതി. സക്കീർ ഞാൻ എവിടെ ഇടും സക്കീറിനെയൊക്കെ? നിങ്ങളെല്ലാരും ഇങ്ങനെ സക്കീർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സ്ലോട്ടിൽ ഇടും? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സക്കീറിനൊന്നും എനിക്കിപ്പോ കളിപ്പിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ആരും. ഇവര് എല്ലാരെയും ഗ്യാങ് അന്ന് സ്പ്ലിറ്റ് ആയ സമയത്ത് സക്കീർ അടക്കം എല്ലാവരും കളി നിർത്തിയതാണ്. മനസ്സിലായോ? അവരൊന്നും പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോ ആ സമയത്ത് ഡൗൺ ടൈമിൽ കൂടെ നിന്ന ആൾക്കാരെ ഞാൻ എങ്ങനെ മാറ്റിയിടും? അതാണ് പറഞ്ഞേ. എനിക്ക് സക്കീറിന്റെ റേഡിയോ ആദ്യം കണ്ട് ഞാൻ സംസാരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക്. എനിക്ക് സ്ലോട്ടിൽ ഇപ്പോഴും ഇവരെ ആരെ മാറ്റിയിടാൻ പറ്റുന്ന അവസ്ഥയല്ല. മനസ്സിലായ? എനിക്ക് അതാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാ നിങ്ങളിത്
കുറച്ചൊന്ന് ഇതാക്കിയാ പറ്റത്തുള്ളൂ. എനിക്കിത് മാറ്റി മാറ്റി ഇട്ടാ പറ്റുള്ളൂ. ഈ ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബാഡാവും. എനിക്ക് ആൾക്കാരെ മാറ്റി മാറ്റി ഇടുക അല്ലാതെ ഇനി വേറെ നിവർത്തിയില്ല. ഇപ്പൊ തന്നെ സ്ലോട്ടിന് വെളിയിൽ എത്ര പേരാന്നറിയോ? ഗോകുവിനെ ഇതുവരെ സ്ലോട്ടിൽ കയറ്റാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതാക്കാണോ നോക്കുന്നത്? ക്രൂസിന് അതല്ല എടുത്തത്. ആൾക്കാര് എന്താ ചെയ്യണ്ടേ? നിന്റെ കൊച്ചു പേറ്റേർക്കനാണാ? നീ മറ്റേ നിന്റെ തന്തയുടെ വീട്ടിൽ വരുന്നതാണല്ലോ കേറി വരുന്നത്. തോന്നുമ്പോ ഇതിനകത്തോട് കേറി വരാൻ സത്രമൊന്നും അല്ല ഇത്. മനസ്സിലായോ? നിന്റെ അച്ഛനൊക്കെ പുറത്ത് വെച്ച് കണ്ടാ മതി. അയ്യോ അങ്ങനെ അല്ലല്ലോ നീ ഇത്ര നാൾ പറഞ്ഞത്. കളക്കച്ചിലെക്കല്ലേ. നിന്റെ സെയിം അഭിനയമാണത് ഈ കെണ്ടയ്ക്ക്. എനിക്ക് ഒരു സംശയമില്ല. ഇപ്പയുടെ പണ്ട് എനിക്ക് വിശ്വാസമില്ലായിരുന്നു, നിനക്ക് കഴിവില്ലെന്ന് വിശ്വസിച്ചിരുന്നതാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഈ ചെറുക്കന്റെ ആക്ടിവിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് ഉറപ്പായും നിന്റെ തന്നെയാണ്. ഇത് നിന്റെ തന്നെയാണ്. ഇത് നിന്റെ തന്നെയാണ്. ഒരു സംശയവും ഇല്ല. നിന്റെ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തിടാ? എത്ര പേരെ ഉള്ളോ നമ്മള്? അല്ല ഗ്യാങ്സില് ഞാൻ പുറത്തായിരുന്നു അവസാനത്തെ ഇവിടെ. നോക്കേട്ടാ. വണ്ടി കയറി പോണ വണ്ടി പോണ പറഞ്ഞു വിടണ എന്തൊക്കെ എടാ ചെറുക്കനെ കുറ്റം പറയാൻ പറ്റുന്നു. ഇത് കിടില സാധനം. അള്ളേ എടാ, ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ റിയൽ ലൈഫിൽ കണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. റീൽസില് ഇതുപോലത്തെ ഒരെണ്ണം ദേവൂട്ടന്റെ പേരിൽ അത് എങ്ങനെയാലും ചൈനയിൽ നിന്ന് ഇവിടെ എത്തിക്കണം. ഇത് എങ്ങനെയാലും ഒരെണ്ണം അത് കൊണ്ടുവരണം. നിങ്ങൾ ഇപ്പൊ റീൽസിലൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇതുപോലത്തെ വണ്ടി ഇങ്ങനെ വട്ടത്തിൽ ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുന്ന ഒരു സാധനം. അതിന് എത്ര രൂപ അറിയത്തില്ല. എങ്ങനെ പോയാലും 3-4 ലക്ഷം രൂപയായിരിക്കും. ദേവൂട്ടന് എനിക്കല്ല ഇത്. ദേവൂട്ടന് വേണം കൊടുക്കാൻ. എനിക്കെന്തിനാ ഇത്? എനിക്ക് വേറെ BMW ഒക്കെ ഇല്ലേ? എനിക്കെന്തിനാ ഇത്? ദേവൂട്ടന് വേണ്ടിട്ടാ. സ്കൈലൈൻ. അതെ കേട്ടോ, സ്കൈലൈൻ. അയ്യോ അത് കൊണ്ടുവരണം. ഒരു മലയാളി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 17 ലക്ഷം ഉണ്ടെന്നോ? 17 ലക്ഷം രൂപ ഉണ്ടോ? 10-15 ലക്ഷം വരും. പിന്നെ 17 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ദേവൂട്ടനെ കൊച്ചു ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റത്തില്ല. 17 ലക്ഷത്തിന് നടക്കൂലടാ. എടാ കിടില് വണ്ടിയടാ. എടാ സൂര്യബോസേ, എനിക്ക് ഇതേലത്തെ ഒരു വണ്ടി വേണമല്ലോ. പിന്നെ ഇത് ഞാൻ തന്നതല്ലേ, എനിക്ക് നല്ലതാവായിരിക്കോ? പറഞ്ഞു വിടണേ ഞാൻ കൊടുത്താണോ? ഇത് ഞാൻ കൊടുത്തല്ലേ? സ്ട്രിക്റ്റ് ആയിട്ടൊന്ന്. എടാ മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നിന്റെ കാര്യം പറയട്ടെ. നിന്റെ തന്തയുടെ കുണം ഇതാ, മനസ്സിലായ? ഇവന് സീസണൽ ആയിട്ട് ഇങ്ങനെ ഇവനിപ്പം നിന്നെയും വേണ്ട അലീനയും വേണ്ട. ഇപ്പൊ ഏതോ പുതിയ അവിഹിതത്തിൽ പോയി ചാടാൻ നിൽക്കുക. അതുകൊണ്ടാണ് നിന്നെ ഒഴിവാക്കുന്നത്. നീ ഇത് നിന്റെ അമ്മയോടൊന്ന് പറയണം. മനസ്സിലായ? കണ്ട, അവനത് പോയാലും കുഴപ്പമില്ല. ആ സ്റ്റാൻഡിൽ എത്തി. കണ്ട. ഹലോ ഇന്നാണ് കേട്ടോ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ കഴിഞ്ഞ ആഴ്ച കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്നില്ല പറഞ്ഞല്ലേ? ഞാൻ ഗ്യാങ് ഹൗസ് ഓൾറെഡി റിവീൽ ആക്കി നിങ്ങളെ. അത് പഴയത് റീച്ച് ആയിട്ടുണ്ടോ? അല്ല ഇവിടെ അല്ല മൊത്തം ടർഫിന്റെ അവിടെ ഇവിടെ അല്ല. അവിടെ വരണോ? അപ്പോ അവിടെ വരണം. അയ്യോ, ഞാൻ ഇവിടെ കേറിയിരിക്കുവോ. ഇപ്പൊ വരും എന്ന് പറഞ്ഞ്. ഞാൻ എപ്പഴാ വരണ്ടേ? നമ്മുടെ ഒരു 10:30 മറ്റേ IP കിട്ടുന്നാണ് പറഞ്ഞത്. അഡ്രസ് കിട്ടുന്നതാണ് പറഞ്ഞത് ടിക്കറ്റിന്റെ.
ആ അത് കിട്ടുമ്പോ ഞാനത് അറിയിക്കാം, പുറത്തയച്ചു തരാം. ഓ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് വാസു, ആ. എല്ലാവരും പറയും മറ്റേ പല്ലുള്ളവരെ ഇന്ന് മറ്റേ ഓഷ്യൻ ഹൈവേ സൈഡിലോട്ട് വരരുത്, എല്ലാവരും മറ്റേ മെയിൻ ഗാരേജ് ഇറങ്ങാൻ പറഞ്ഞാൽ മതി. ഓക്കെ 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 ഞാൻ പറയാം. പിന്നെ പിന്നെ മറ്റേ ഡ്രസ് ഇതിലേ ആ. ഡ്രസ്സിന്റെ ഇതിലും മറ്റേ ഒരാള് തല്ലില്ലാത്ത ഒരാള് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് മറ്റേ ബാഗ് വെച്ചിട്ടൊന്ന് മാറ്റാൻ പറഞ്ഞാൽ മതി. കാരണം അതിൽ ഗാങ് ഡ്രസ്സും ഇതാക്കത്തുണ്ട്. ആ ഓക്കെ ഓക്കെ ഞാൻ അത് പറയാം, ഞാൻ പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ കിട്ടിയ അയച്ചു തരാം, ഞാൻ പറയാം, വിളിക്കാം എന്തായാലും കിട്ടുമ്പോ. ഓക്കെ ഓക്കെ. ആ. എടാ ഇവിടെ അല്ലടാ, ടർഫ് സിറ്റിയിലാണ് കെവിയുടെ സെലിബ്രേഷൻ ഇതെല്ലാം. എടാ എല്ലായിടത്തും തത്സമയമുള്ളവര് ഓഷ്യൻ ഹൈവേയിലോട്ട് പോകരുത്, ഗ്യാങ് ഹൗസ് റിവീൽ ആവും കേട്ടോ അവരുടെ. പിന്നെ വേറൊരു കാര്യം, അവിടെ ചെന്ന് ഗ്യാങ് ഡ്രസ്സ് മാറാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്യാങ് ഡ്രസ് ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഡ്രസ്സ് മാറുമ്പോ സ്ക്രീൻ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ആരുടെ അടുത്തൊന്നും ലീക്ക് ആവല്ലേ കേട്ടാ. ബ്രോ മറ്റേ ആക്സിഡന്റ് ലൈവ് പറഞ്ഞു മരിച്ചു. എടാ പോടാ. മരിച്ചുപോയ പുള്ളി. ബ്രദർ ഒന്നും പറയാനില്ല. എല്ലാരും വണ്ടിയൊക്കെ നോക്കിയൊക്കെ ഓടിക്കണേ, ടൂ വീലർ കൊണ്ടൊക്കെ നടക്കുമ്പോ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോണേ, തൊട്ടടുത്താണേ പോലും. ദേവി അത് റിക്വസ്റ്റ്. നീ എന്താ പറഞ്ഞു കേട്ടില്ല. നീങ്ങ വന്നേ, നീങ്ങ വാ. അമ്മ നീ എന്തിനു സപ്പോർട്ട് ചെയ്ത്? அப்பப்போ வெடி வச்சு பண்ணாரோ അപ്പൊക്ക് ரொம்ப ദേഷ്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇത് ഏത് ഭാഷ പറ, സംസ്കൃതമോ അതോ എനിക്കിത് നീ അത് എടാ എനിക്കൂടെ എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് പയ്യെ പറയണം. നമ്മള് എനിക്ക് ആകെ തമിഴ് എന്ന് പറഞ്ഞാൽ, തമിഴ് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഞാൻ ഒരു വിജയ് ഫാനാ. നമ്മുടെ അണ്ണന്റെ പടം കണ്ട് മാത്രമാണ് ആകെ എനിക്ക് തമിഴ് അറിയാവുന്നത്. ഒരു ഇത് മനസ്സിലായ? எல்லாருமே முடுக்குல இருக்கோமா, ആ முடுக்குல இருக்கும்போது அப்பாவுக்கும் பிரச்சனை ஆயிடும். എന്ത് പ്രശ്നമായി? அப்பாவுக்கும் அம்மாவுக்கும் அம்மா அம்மா அப்பா ஏமாத்து பார்த்துட்டு அது ഈ അപ്പ എന്ത് ചെയ്താണ് ഏമാത്തിയത്? கேர்ள்ஸ் அம்மாவுக்கு தெரியாம போயிட்டு லவ் பண்ற மாதிரி அப்பப்போ பெண்ணு போய் பிடிச்சிட்டு சம்சாரிச்சுட்டு அம்மாவுக்கு தெரியாத அம்மாவை ஒரு மாதிரி ശല്യപ്പെടുത്തും. അത് അമ്മക്ക് പിടിക്കില്ല. എനിക്ക് നിന്നോട് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. നമ്മള് സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് മദ്യം, കുറച്ച് വെള്ളം, അത്രേ ഉള്ളൂ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറച്ച് മദ്യം, കുറച്ച് വെള്ളം, വീണ്ടും കുറച്ച് മദ്യം, വീണ്ടും കുറച്ച് വെള്ളം, അങ്ങനെ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. അതായത് ഒന്നുകിൽ തമിഴ് മൊത്തത്തിൽ പറയണം, അല്ലെങ്കിൽ മലയാളം മാത്രമായിട്ട് പറയണം. നീ എന്നാ തമിഴ് ചൊല്ലു. முடுக்க நின்னுந்தா அம்மா எல்லாருமே நின்னுந்தோம் எப்பயும் போல. இன்னைக்கு என்ன பிரச்சனை ஆயிடுச்சுன்னா எல்லாருமே முடுக்குல இருந்திருந்தோம். அப்ப ലേശം മലയാളം. அங்க அப்பா வந்தாரு. அம்மாவுக்கும் ஃபைட் ஆயிடும். അമ്മക്ക് ഫൈറ്റ് ആയി. அந்த ஃபைட் நேத்திலேருந்து இருக்கு. அம்மாவை அப்பா ஏமாத்திட்டாரு. அம்மா பிடிச்சிட்டாங்க அப்பாவை. അല്ലെ അത് ഏത് പെണ്ണായിട്ടാണ് അവിഹിതം ഇവന്? എണ്ണീറ നിന്റെ ബോസണ്ണനെ കെട്ടിപ്പിടിച്ച് നീ ബോസണ്ണനെ അടുത്ത് പോയിരുന്നാ മതി. അവന് പ്രൈവസി വേണം, അവന്റെ അടുത്ത് പ്രൈവസിയോട് സംസാരിക്കുന്നത്. നീ പണ്ടേ ഒരു ചന്ദ്ര ഫാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇനി കയ്യോടെ ഇവിടുന്ന് പെണ്ണേഴ്സിനെ പോലീസ് പൊക്കിയാൽ പോലും നീയൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യത്തില്ല. അതാ പറഞ്ഞേ, പോയാലോടാ നീയൊക്കെ.
അണ്ണ അന്ന് അല്ലെന്നാ ഞാൻ സത്യം നീ ഇഞ്ഞ് വന്നേ മോനെ. എന്റെ ഇവനെ എത്തിക്കണ്ട കള്ളൻ. அது இல்லம்மாவோட கேர்ள் ஃப்ரெண்ட் பேட்சஸ் இருக்காங்களா നിങ്ങളെയാണോ അവൻ ട്യൂൺ ചെയ്തേ? அவரோட பேர் சொன்னாரு வில்லுக்கும் patches നീ വന്നേ. നിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ആ. ചന്ദ്രനല്ലേ, ആ. ചന്ദ്രന് നിന്റെ ഗേൾ ഫ്രണ്ടിനോടൊരു നോട്ടമുണ്ട്. ബോസ് അങ്ങനെയൊന്നുമില്ല. അല്ല എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല. അല്ല വേണ്ട അവന്റെ അവന്റെ പേരെന്താ? ചിഞ്ചുവോ? ഓ അത് വില്ലുന്നാണോ നീ പറഞ്ഞേ? ഹലോ, ആ ഹലോ, എത്തിയിട്ടുണ്ട്, ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് വെള്ളം എത്തിയാ? സൂര്യ ആ എത്തി. ബോസ് അച്ഛനല്ലേ? നീ സൂര്യബോസെ പോവല്ലേ, എനിക്ക് സംസാരിക്കണ്ടേ. ஓகே ஓகே അരി ഒന്ന് വന്നേ. ഫുഡ് വെള്ളം വന്നു, പറക്കി വെക്കാം. ആ ഇതിനകത്തുണ്ട്, ഈ വണ്ടി ഇതിനകത്തുണ്ടല്ലോ ഒരു ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഒരു മിനിറ്റ്. യു ഡോണ്ട് ഹാവ് കീസ് ടു ദിസ് വെഹിക്കിൾ എന്ന് കാണിക്കുന്നത്. നല്ല ഓക്കെയാ, അന്നൊക്കെ ഇതെന്താ ഇങ്ങനെ 1 2 3 4 5 1 2 3 4 5 ഇതെങ്ങനെ കൂട്ടും? ഇത് ഒരെണ്ണം 15 അല്ലേ? 15 ഇൻറ്റു 1 2 3 4 5 50 സ്മൂത്തി കയ്യിലുണ്ട്. കാൽക്കുലേറ്റർ. 15 ഇവിടുന്ന് ഇങ്ങനെ 1 2 3 4 5 15 ഇൻറ്റു 5 എന്ന് പറയുമ്പോ 75. അപ്പൊ ഒരെണ്ണത്തിൽ 75 ഉണ്ട്. 1 2 3 4 5 6 അപ്പൊ 75 ഇൻറ്റു 6 450. ഏത് അങ്ങനെ അപ്പൊ ഇവിടെ 1 2 3 4 5 1 2 3 4 കണക്ക് തെറ്റി കേട്ടാ. ഇതെങ്ങനെയാണ് അപ്പൊ? 1 2 3 4 5 ഇൻറ്റു 5 5 ഇൻറ്റു 1 2 3 4 ഇൻറ്റു 4 300. 300 എണ്ണ. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കാൻ പോണായിരുന്നു നിങ്ങൾക്ക്. ഇത് 450 300 അല്ലേ? നിങ്ങളുടെ കയ്യിലുണ്ടോ 150? കയ്യിലുണ്ട്. അപ്പൊ 2 450 വെച്ച് അല്ല 500. ഇന്നലെ 500 എത്തിച്ചു. ആയിക്കോട് പറഞ്ഞത് ഇന്നലെ 500 എണ്ണം എത്തിയിട്ടുണ്ട്. ഓക്കെ. മറ്റേ 150 ഓക്കെ. ഒരെണ്ണത്തില് 50 ഒരെണ്ണത്തില് 100 കയ്യിലുണ്ടല്ലേ? അതെ. ഓക്കെ. എന്റെ കയ്യിലും ഓ ഓക്കെ ഓക്കെ ഓക്കെ. എത്രയാണ് റേറ്റ് വരുന്നത്? ഇന്നലെ ഒരു 74 ലക്ഷം കയ്യിൽ തന്നാണ്, ബാക്കി തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്. കയ്യില് ഞാൻ ബാങ്കിൽ അയച്ചാൽ മതിയോ? മതി മതി. ഞാൻ വേണമെങ്കിൽ ക്യാഷ് വിഡ്രോ, ക്യാഷ് ആയിട്ട് വേണേ വിഡ്രോ ബാങ്കിൽ അയച്ചാൽ. എത്ര നമ്പർ എത്രയാ? 3030. ഇവിടെ അല്ലേ നമ്പർ? എത്ര അയക്കേണ്ടത്? 74 ലക്ഷം. യൂണിറ്റ് 10 100 1000 10,000 lakh 10 lakh. നെക്സ്റ്റ് വന്നില്ലേ? ചന്ദ്ര അല്ലല്ല, ഒന്ന് മാറ്റി നിർത്തിയല്ലേ, സാധനങ്ങൾ പോവേ. അണ്ണനെ കൊണ്ട് ഉദ്ഘാടിപ്പിക്കണ നീല. അണ്ണ പറഞ്ഞ വേണ്ട.
ഞാൻ എടുത്തോളാം ഒരുത്തനും തൊടണ്ട ഞാൻ എടുത്തോളാം. അത് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. ചന്ദ്ര എന്റെ കറക്റ്റ് എന്റെ കണക്കുണ്ട്. ഒരു ഗ്ലാസ് അല്ല, ഒരു 15 എടുത്ത് സാധനം വെച്ചേ. കുഞ്ഞു കളിക്കല്ലേ, ഗ്യാങ് സെറ്റ് വെച്ച് കളിച്ച അടിക്കും ഞാൻ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ലടാ. എടാ അണ്ണാ കൂടെ ഒറ്റയ്ക്ക് ഏൽപ്പിക്കാന്ന് മുച്ചിലോട്ട് അണ്ണ അവിടുത്തെ അടുത്തേക്ക് മാറുന്നുണ്ടേ. മുച്ചിരി, ഞാൻ ഒരു കാര്യം പറയണം മുച്ചിരി. ഇനി സിറ്റിയിൽ കണ്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച സ്ലോട്ടർ ഉണ്ടാവൂലേ മുച്ചിരി. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയണത് നിന്റെ തോന്നുന്ന സമയത്ത് സിറ്റിയിൽ വരുന്നതല്ല എന്റെ കാര്യം, മനസ്സിലായ? ഗ്യാങ്ങിന് ആവശ്യമുള്ള സമയത്ത് സിറ്റിയിൽ ഉണ്ടാവണം. നിന്നെ കുറെ നാളായിട്ട് നിന്നെ ഇവിടെ കാണുന്നില്ല ഇപ്പൊ. നീ നിന്റെ എപ്പോഴോ സമയത്ത് വരുന്നത് പോലെ നീ നിന്റെ എപ്പോഴോ സമയത്ത് ഒരു മിനിറ്റ് ചന്ദ്ര, നീ നിന്റെ എപ്പോഴോ നിനക്ക് തോന്നുന്ന സമയത്ത് വരുന്നത് പോലല്ല. ഗ്യാങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കുറെ നാളായിട്ട് നിന്നെ കാണാറില്ല. അപ്പൊ സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ സ്ലോട്ടിന് എടുത്ത് മാറ്റും. ഇല്ല എടാ നിന്റെ അടുത്ത് റീസൺ ചോദിച്ചാൽ അപ്പൊ പറയും നിന്റെ ഉറക്കം ശരിയായില്ലെന്ന്. 6 മാസം നിന്റെ 6 മാസം ഇവന് പി സി ഇട്ട് കഴിഞ്ഞ ശേഷം ഇവന് സിറ്റിയിൽ മര്യാദ കണ്ടിട്ടില്ല. അതിനു മുമ്പ് റെഗുലർ ആയിട്ട് തത്സമയം അടക്കം വന്നോണ്ടിരുന്നതാ. ഇപ്പൊ അതുപോലെ ഇല്ല അവന്. പി സി കിട്ടിയ ശേഷം പിന്നെ അവൻ എനിക്കത് തോന്നിയ കാര്യമാണ്. അവൻ ഇനി എന്ത് ഇതായെന്ന് പറഞ്ഞാലും എനിക്കത് തോന്നിയ കാര്യമാണ്. അവൻ അതിനുശേഷം വന്നിട്ടില്ല. അവൻ അതിനു മുമ്പ് എടുത്തിരുന്ന എഫേർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ ലൈവ് കണ്ടോണ്ടിരുന്നവരുണ്ട് കുറെ പേര്. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി അവൻ എങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നതെന്ന്. മറ്റേ 10 FPS 15 FPS എല്ലായിടത്തും കിടന്ന് എല്ലായിടത്തും ഇതാക്കി നിന്നിട്ട് അവൻ അതിനുശേഷം വന്നിട്ടേ ഇല്ല. പിന്നെ ലൈവ് ഇടാൻ പറഞ്ഞു. എനിക്ക് പറയാനല്ല പറ്റുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ? എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഈ ബോസ് ലോക്കറിൽ വെച്ച മാർക്കൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. താഴെ കൊണ്ടുവെക്കല്ലേ ബോസ് ലോക്കറിൽ ഉണ്ട്. കേവിയുടെ പരിപാടിക്ക് പോകണം.